Hello friends, welcome to the channel. അപ്പോൾ നമ്മൾ ഇന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സൂര്യോദയയുടെ സ്മോൾ ഫിനാൻസ് ബാങ്കുകാരുടെ ഒരു സീറോ ബാലൻസ് അക്കൗണ്ടിന്റെ ഒരു വെൽക്കം കിറ്റ് ആണ്. അപ്പോൾ ഇതിന്റെ പേരും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓൾറെഡി കണ്ടുന്നുണ്ട്. ആവട്ടെ. അപ്പോൾ സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് നമുക്ക് അറിയുമ്പോൾ ഒരു നമ്മുടെ യു ബാങ്ക് ഒക്കെ പറയുന്ന പോലെ തന്നെ ഒരു നോർത്ത് സൈഡിലത്തെ വരുന്ന ഒരു ബാങ്കാണ്. നമുക്ക് ആക്ച്വലി ഒരു ടോറന്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, നമുക്ക് പ്ലേ സ്റ്റോറിലൊക്കെ കിട്ടും. ഞാനത് പ്രൊമോഷൻ സംഭവം നല്ല, ഞാൻ ടോറസ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. നമുക്കത് 3-in-1 അക്കൗണ്ട് ആയിട്ട് നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ. അതായത് സീറോ ബാലൻസ് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട് വരണം, പിന്നെ നമുക്ക് ഒരു എന്താ പറയുക ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ആയിട്ട് വരണം. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ആപ്പ് കാണിച്ചു തരാം. ഇതിൽ പ്രൊമോഷൻ സംഭവമൊന്നും അല്ല, അതുകൊണ്ട് ഞാൻ ലിങ്ക് കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. ഒരു പുതിയൊരു ആപ്പാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരും എടുക്കണമെന്നൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ നിങ്ങളൊരു ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഡിമാൻഡ് അക്കൗണ്ട് കിട്ടും, ഒരു സ്റ്റോക്ക് ചെയ്യാനുള്ള സംഭവം കിട്ടും, ബാങ്കിങ് കിട്ടും. അപ്പോൾ 3 കയ്യിലും കിട്ടും. KYC ചെയ്യണം കേട്ടോ, വീഡിയോ KYC ചെയ്യണം. അപ്പോൾ അതിൻ്റെ ബേസിസിൽ വന്നേക്കുന്ന ഒരു നമ്മുടെ എന്താ പറയുക, അവരുടെ ബാങ്കിങ് കൊടുക്കുന്നത്, സേവിങ്സ് അക്കൗണ്ട് കൊടുക്കുന്നത് സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് നമുക്ക് വന്നേക്കുന്ന ഒരു വെൽക്കം കിറ്റ് ആണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. ഞാൻ അതിന് മുമ്പ് ആപ്പ് ഒന്ന് കാണിച്ചു തരാം. 3.9 റേറ്റിംഗ് ഒക്കെയാണ് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിലൊക്കെ റേറ്റിംഗ് വരുന്നുണ്ട്. അതാണ് സംഭവം. കണ്ടു, ടോറസ് കണ്ടോ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോറസിൻ്റെ ഇതാണ് അവരുടെ ഉണ്ടോ, ടോറസ് ഡിജിറ്റൽ. അപ്പോൾ ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ 3-in-1 സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് കാണിക്കുന്നുണ്ടോ. ഞാൻ അതിൽ ഫുൾ വീഡിയോ KYC ചെയ്തിട്ടില്ല, ജസ്റ്റ് ഞാൻ ഡെമോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. വീഡിയോ KYC നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ സാധനം ഓട്ടോമാറ്റിക്കലി ക്ലോസ് ഔട്ട്. അപ്പോൾ അത് ചെയ്യാൻ മെയിൻ അക്കൗണ്ടൊക്കെ ആണെങ്കിൽ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ അതിൻ്റെ ആപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിൽ ഞാൻ എന്താ ഇൻവെസ്റ്റ്മെന്റ് ഇത് ത്രൂ ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ലെന്ന് വെച്ചാൽ പുതിയ സംഭവം നമുക്ക് ഫുള്ളി പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇതിൽ കൂടെ ഇതൊക്കെ കിട്ടുന്നുണ്ട്. കണ്ടോ, നമുക്ക് ഇതിൻ്റെ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓപ്പൺ പേജിൽ തന്നെ ഡാഷ്ബോർഡിൽ തന്നെ നിങ്ങൾക്ക് മെയിനായിട്ട് ഇവിടെ ബാങ്ക് ഓപ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റോക്ക് ഓപ്ഷൻസ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു ആപ്പിൽ കൂടെ നമുക്ക് എല്ലാ സംഭവങ്ങളും കൺട്രോൾ ചെയ്യാം കേട്ടോ. അപ്പോൾ സ്മോൾ ഫിനാൻസ് ബാങ്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് നോക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലേക്ക് പോവാം. അത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്കിലും ലെൻസിലും എക്സ്പീരിയൻസോട് ക്വാളിഫൈഡ് ആണ് കേട്ടോ. മറക്കണ്ട, നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണെങ്കിൽ അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻസിനും റിപ്ലൈയും കൊടുക്കാറുണ്ട്, അപ്പോൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ട്. എന്താ കിട്ടാത്തത്? ആയോ. പിന്നെ ഇത് ഞാൻ പ്രൈമറി അക്കൗണ്ട് ആയിട്ട് ഉപയോഗിക്കാനൊന്നും ഞാൻ പറയില്ല. പറയുമ്പോൾ സ്മോൾ ഫിനാൻസ് ബാങ്കാണ്, എന്താ RBI അണ്ടറിൽ വരുന്ന നമുക്ക് DICGS 5 ലക്ഷം വരെ പ്രൊട്ടക്ഷനൊക്കെ കിട്ടുന്ന ബാങ്കാണ്. നിങ്ങൾക്ക് അറിയാം കുറേ ഇപ്പോൾ FD ഇടണൊക്കെ ഇവർക്കൊക്കെ നല്ല FD റേറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. സ്മോൾ ഫിനാൻസ് ബാങ്ക് ആയതുകൊണ്ട് തന്നെ നല്ല FD റേറ്റ് ഉണ്ടായിരിക്കും, 9% ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വെൽക്കം ലെറ്റർ വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ എന്താ അതിലൊരു ആക്ടിവേഷൻ സ്റ്റെപ്പിൽ ഇതിൽ ഡെബിറ്റ് കാർഡ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു കാർഡ് വന്നിരിക്കുന്നതാണ്. പിന്നെ ഇതെന്താ സംഭവം, അത് റൂപേ കോൺടാക്ട്ലെസ് ഡെബിറ്റ് കാർഡിൻ്റെ ഒരു ബുക്ക്ലെറ്റ് ആണ്. കണ്ടു, സൂര്യോദയ ബാങ്കിൻ്റെ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ. അയ്യോ പോയി. പിന്നെ നമ്മുടെ കാർഡ് വരുന്നൊക്കെ എന്തോ ഒരു സംഭവം, അത് നമുക്ക് അതിൻ്റെ കാർഡ് നമ്പർ, കസ്റ്റമർ ID നമ്പർ, കാർഡ് വാലിഡിറ്റി, കാർഡ് ഞാൻ കാണിച്ചു തരാം. റൂപേ വേരിയൻറ്റിലാണ് കാർഡ് വരുന്നത് കേട്ടോ. ഇതിനൊരു സ്പെഷ്യൽ ചാർജ് ഒന്നും പറഞ്ഞിട്ടില്ല കാർഡിന്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രീ ആയിരിക്കാനാണ് ചാൻസ്. എന്താ വെച്ചാൽ ഇനീഷ്യലി പുതിയ സാധനമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനീഷ്യലി ഫ്രീ ആയിരിക്കും. പിന്നെ ഒരു ഭാവിയിൽ നമ്മുടെ ജൂപ്പിറ്റർ മണി കൊണ്ടുവന്ന പോലെ പിന്നെ ഒരു ചാർജ് വയ്ക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ് കേട്ടോ, റൂപേ വേരിയൻറ്റിൽ വരുന്ന കാർഡ്. ഒന്ന് ഫോക്കസ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ടോറസിൻ്റെ എംബ്ലം ഉണ്ട്, സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ലോഗോ ഉണ്ട്, റൂപേയുടെ ലോഗോ ഉണ്ട്, പേരുണ്ട്, NFC സപ്പോർട്ടുള്ള കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സെക്കൻഡറി അക്കൗണ്ട് ആയിട്ടോ, പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളിപ്പോൾ UPI ചെയ്യുന്ന ഭയങ്കര റിസ്ക് ആണ്. അപ്പോൾ UPI ട്രീറ്റ് ചെയ്യാനൊക്കെ അൺനോൺ നമ്പേഴ്സിലേക്കൊക്കെ UPI ചെയ്യാനൊക്കെ ഒരു അക്കൗണ്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ സാധനം എടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് മെയിൻ ബാങ്കുകളിലെ അക്കൗണ്ട് എടുക്കായിരിക്കും നല്ലത്. ഞാൻ IndusInd Delight അക്കൗണ്ട് തന്നെയാണ് മെയിൻ റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഞാൻ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് സെറ്റപ്പിൻ്റെ. ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ടോറസ് എന്ന് പറഞ്ഞാൽ ആപ്പ് പ്ലേ സ്റ്റോറിൽ അടിച്ചു നോക്കിയാൽ മതി, കിട്ടും കേട്ടോ. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക എന്ന് വെച്ചാൽ കുറേ പേര് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ സീറോ ബാലൻസ് അക്കൗണ്ട് ഓൺലൈൻ ഇപ്പോൾ ഭയങ്കര കുറവാണ്. പിന്നെ നമുക്ക് കോട്ടക്കിൻ്റെ 8-in-1 അക്കൗണ്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്, ഓൺലൈൻ എടുക്കാവുന്നത്. അതും നല്ലൊരു സാധനം തന്നെയാണ്. ഇപ്പോൾ കോട്ടക്ക് 8-in-1 അക്കൗണ്ട് നല്ലതാണ്, അതുപോലെ തന്നെ IndusInd ബാങ്കിൻ്റെ ഡിലൈറ്റും നല്ലതാണ്. അതും കഴിഞ്ഞിട്ട് വേറെ ഒരു 4ാമത്തെ അക്കൗണ്ടായിട്ട് 5ാമത്തെ അക്കൗണ്ടൊക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ സാധനം എടുത്ത് നോക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, അടുത്ത കാണാം.